രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം. ചാനലുകൾക്ക് മുന്നിലല്ല ജനങ്ങൾക്ക് മുന്നിൽ കണക്കവതരിപ്പിക്കുമെന്ന് കെ രാഗേഷ്. രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നെന്ന വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം ഭാവനാ സൃഷ്ടി മാത്രമാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. പകമൂത്ത് അന്ധത ബാധിച്ചതുപോലെയാണ് കുഞ്ഞികൃഷ്ണൻ പെരുമാറുന്നത്. പാർട്ടിക്ക് ഒരു പണവും നഷ്ടമായിട്ടില്ല. ബൂത്ത് തലത്തിൽ പാർട്ടി കുടുംബയോഗങ്ങളിൽ ഫണ്ടിനെ സംബന്ധിച്ച കണക്ക് അവതരിപ്പിക്കുമെന്നും കെ രാഗേഷ് പറഞ്ഞു. പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ CPM വിരുദ്ധതയുടെ ഒത്തുചേരലാണ് നടന്നത്. പുസ്തക പ്രകാശനത്തിന് RMPക്കാരും ഉണ്ടായിരുന്നു. MLA TA മധുസൂദനനോടുള്ള പകയാണ് പുസ്തകത്തിലുള്ളത്. പക കാരണം പല കാര്യങ്ങളും മുമ്പ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പലതും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല, ചിലത് അംഗീകരിച്ചിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ച കണക്കല്ല ശരിയെന്ന് ഓഡിറ്റർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് ശേഖരിച്ചത് പാർട്ടിക്കാരിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നുമാണ്. പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടില്ല. 2022 പയ്യന്നൂർ ഏരിയ കമ്മിറ്റി വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. പാർട്ടി യോഗങ്ങളിലും കണക്ക് അവതരിപ്പിച്ചു. വിവിധ കമ്മിറ്റികളിൽ അവതരിപ്പിച്ച കണക്ക് ജില്ലാ സെക്രട്ടറിക്ക് മാറ്റി എഴുതാൻ കഴിയില്ല. ബൂത്ത് തലത്തിലെ അനുഭാവി യോഗങ്ങളിൽ വീണ്ടും കണക്ക് അവതരിപ്പിക്കും. പാർട്ടിയുമായി സഹകരിക്കുന്ന എല്ലാവരെയും യോഗങ്ങളിൽ പങ്കെടുപ്പിക്കും. മാധ്യമങ്ങളുടെ മുന്നിൽ കണക്ക് അവതരിപ്പിക്കില്ല എന്നും കെ രാഗേഷ് പറഞ്ഞു. രക്തസാക്ഷി ഫണ്ട് വിനിയോഗത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി കെ രാഗേഷ് പറഞ്ഞു. 4 വർഷത്തിനു ശേഷമാണ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചത്. കാലയളവ് നീണ്ടതിനാൽ പ്രശ്നങ്ങളുണ്ടായി. പാർട്ടി അക്കാര്യം പരിശോധിച്ചു. ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഫണ്ട് വിനിയോഗിക്കേണ്ട രീതിയിലല്ല വിനിയോഗിച്ചത്. ശേഖരിച്ച ഫണ്ട് സമയബന്ധിതമായി കൃത്യതയോടെ ചെലവാക്കണമായിരുന്നു. തെറ്റിതിരുത്താൻ പാർട്ടി നടപടിയെടുത്തു. കുഞ്ഞികൃഷ്ണന് അതൊന്നും പോരാ, പകയോടെ പെരുമാറുകയാണ്. ഫണ്ട് ശേഖരണത്തിനുള്ള രസീത് കാണാതായിട്ടുണ്ടെന്നും കെ രാഗേഷ് പറഞ്ഞു. പാർട്ടി ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്. അത് അദ്ദേഹം രേഖാമൂലം എഴുതി തന്നു. തുടർന്ന് ഓഫീസ് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. ഫണ്ട് ശേഖരണത്തിനായി TA മധുസൂദനന് കൊടുത്ത റെസിപ്റ്റ് തിരികെ വന്നിട്ടുണ്ട്. ആ റെസിപ്റ്റ് ഓഡിറ്റിന് വിധേയമായി. എന്തെങ്കിലും തെറ്റുപറ്റിയതായി കണ്ടെത്തിയിട്ടില്ല. റെസിപ്റ്റ് അടിച്ചതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനും മധുസൂദനന് തെറ്റുപറ്റിയതായി കണ്ടെത്തിയിട്ടില്ലെന്നും കെ രാഗേഷ് പറഞ്ഞു.